കണ്ണൂർ പയ്യന്നൂരിൽ CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയ എഴുത്തുകാരൻ VS അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത്. കണ്ണപുരത്തെ വീടിന് മുന്നിലാണ് റീത്ത് വെച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ആരാണ് റീത്ത് വെച്ചതെന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്? ഹാഷ്മി പ്രവിധ 2 ആഴ്ച മുമ്പാണ് ഈ വി കുഞ്ഞികൃഷ്ണൻ എഴുതിയ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം അത് ജോസഫ് ടി മാത്യു പ്രകാശനം ചെയ്ത് VS അനിൽകുമാർ ഈ പുസ്തകം ഏറ്റുവാങ്ങിയത്. പയ്യന്നൂരിൽ വെച്ചായിരുന്നു ഈ ചടങ്ങ് നടന്നത്. ഈ പുസ്തകം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള എഴുത്തുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീടിന് മുന്നിൽ, കണ്ണപുരത്തെ വീടിന് മുന്നിൽ ഒരു റീത്ത് പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് രാവിലെ കളിക്കാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുലർച്ചെ ഈ റീത്ത് ശ്രദ്ധയിൽപ്പെട്ടത്. പ്രത്യേകിച്ച് ആ റീത്തിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രകോപനപരമായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലും മറ്റും അദ്ദേഹത്തിനെതിരെ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം. എന്തായാലും ഗൗരവതരമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇപ്പൊ കണ്ണപുരം പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്തരിച്ച പ്രൊഫസർ MN വിജയന്റെ മകൻ കൂടിയാണ് VS അനിൽകുമാർ, സാഹിത്യകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു റീത്ത് പ്രത്യക്ഷപ്പെട്ടത്. ആരാണ് ഇതിന് പിന്നിലെന്ന് നിലവിൽ വ്യക്തമല്ല. എന്തായാലും ഗൗരവതരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. 2 ആഴ്ച മുന്നെയാണ് ഈ പയ്യന്നൂരിൽ വെച്ച് ഈ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം അത് പ്രകാശനം ചെയ്ത് VS അനിൽകുമാർ ഈ പുസ്തകം ഏറ്റുവാങ്ങിയത്. ഓക്കെ, വിജയമാഷിന്റെ മോനാണ്, കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ കൂടിയായിരുന്ന വിജയമാഷിന്റെ മകനാണ് VS അനിൽകുമാർ. അപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയത് ജോസഫ് സി മാത്യുവിൽ നിന്ന് ഏറ്റുവാങ്ങിയത് VS അനിൽകുമാർ ആയിരുന്നു. അനിൽകുമാറിന്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ഒരു റീത്ത്. അദ്ദേഹത്തിന്റെ മകൻ പുറത്തിറങ്ങിയപ്പോഴാണ് റീത്ത് കണ്ടത്. സാധാരണഗതിയിൽ റീത്ത് വെക്കുമ്പോഴേക്കും അതിന്റെ നടുക്ക് ആരാണ് വെച്ചത് എന്ന് എഴുതാറുണ്ട്. ഇപ്പൊ അത് എഴുതാൻ പറ്റത്തില്ല, മോശമില്ലേ അല്ലേ? അതെ, അജീഷ് തുടരുന്നുണ്ടെങ്കിൽ അജീഷ്, ഇതിന് മുൻപ് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ലഭിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിജയമാഷിന്റെ മോനാണ്, അങ്ങനെ വിരട്ടിൽ നിന്നും വിരളുന്ന ആളാണോ അനിൽകുമാർ? അജീഷ്, എന്തായാലും നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ ഇത് പറഞ്ഞത്. കാരണം നേരത്തെ ഇത്തരത്തിൽ ഭീഷണി ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. കാണിച്ചു തരാം എന്നുള്ള മട്ടിൽ ചില CPM പ്രവർത്തകർ ഹാൻഡിലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഭീഷണി അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷെ അതൊന്നും കാര്യമായി ഗൗരവത്തിൽ എടുത്തിരുന്നില്ല അദ്ദേഹം. കാരണം ഇതൊക്കെ മുൻപും ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞ കാര്യം. എന്തായാലും ഇന്ന് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് മകന്റെയാണ്. കാരണം ഇന്ന് വെളുപ്പിനെ മകൻ ഫുട്ബോൾ കളിക്കാനായി വീടിന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ ഗേറ്റിന് തോട് ചേർന്ന് ഈ റീത്ത് കണ്ടത്. റീത്തിൽ പ്രത്യേകിച്ച് സാധാരണ RIP എന്നൊക്കെ എഴുതി വെക്കാറാണ് പതിവ്. കണ്ണൂരിലെ പല വീടുകളിലും അല്ലെങ്കിൽ എതിർക്കുന്നവരുടെ വീടുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇത്തരത്തിൽ സംഭവം എഴുതി വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഈ അനിൽകുമാറിന്റെ വീട്ടിന് മുന്നിൽ വെച്ചപ്പോൾ പ്രത്യേകിച്ച് എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല, റീത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്തായാലും ഉടൻ തന്നെ ഇത് പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും കണ്ണപുരത്തെ വീട്ടിലേക്ക് പോലീസ് ഉടൻ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഗൗരവതരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ സംഭവം നടന്ന ഏതാണ്ട് 2 ആഴ്ചയാണ്. ഫെബ്രുവരി 4 അദ്ദേഹത്തിന്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നുള്ളത്. അത് പയ്യന്നൂരിൽ വെച്ചായിരുന്നു ആ ചടങ്ങ്. ആ ചടങ്ങിൽ വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ജനശ്രദ്ധ അത് VS അനിൽകുമാർ കൂടി പങ്കെടുത്ത അല്ലെങ്കിൽ CPM പ്രചരിപ്പിച്ചത് അത് CPM വിരുദ്ധരുടെ ഒരു സംഗമം എന്ന് കൂടിയാണ്. എന്തായാലും അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിനേക്കാൾ വലിയ വേട്ടയിലും ആ പ്രായത്തിൽ വിജയമാഷ് തരിമ്പിനൊന്നും പതറിയില്ല. പിന്നാണ് അദ്ദേഹത്തിന്റെ മകൻ VS അനിൽകുമാർ. അപ്പോൾ നമ്മൾ ഈ വായനയുടെയും ഇപ്പോൾ വലിയ മസിലും വലിയ ജിമ്മായിട്ട് നിന്നില്ലെങ്കിലും വായനയുടെയും ആന്തരിക ശക്തിയുടെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി മുന്നിൽ വിരട്ടോ ഈ റീത്തോ ഒന്നും വിലപ്പോവില്ല. അനിൽകുമാറിനെ അറിയാത്തതുകൊണ്ടാണ്, അറിയാത്ത ആരുമാണ് ആ റീത്തോടെ കൊണ്ടുവച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.